നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ടൈറ്റിൽ റേസിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആഴ്സണൽ ഇന്ന് കളിക്കാനിറങ്ങിയാണ്. എതിരാളികൾ ഫുൾഹാമാണ്. രാത്രി ഇന്ത്യൻ സമയം 10 മണിക്കാണ് കളി. എന്നാലും ആഴ്സണൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിലും സെമി ഫൈനലിലുണ്ട്. ആദ്യ പാദം 1-1 സമനിലയാണ്. രണ്ടാം പാദം എമിറേറ്റ്സിൽ എന്ത് സംഭവിക്കും, അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു ഘട്ടമാണ്. അതേസമയം മറ്റൊരു സെമി ഫൈനൽ മത്സരത്തിൽ PSG-യും ബയൺ മ്യൂണിക്കും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. 5-4 ആ കളിയിലെ റിസൾട്ട്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ഇന്നലെ ആറ്റിറ്റ്യൂഡ് ചോദിക്കുന്നു, പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്ക് PSG വേഴ്സസ് ബയൺ പോലൊരു മത്സരം പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടോ, അതിനുള്ള കെൽപ്പുണ്ടോ? അതായത് അങ്ങനെ ഒരു അറ്റാക്കിംഗ് മത്സരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കനത്ത പോരാട്ടം നടത്താനൊക്കെ പ്രീമിയർ ലീഗ് ക്ലബ്ബുകളെ കൊണ്ട് കഴിയുമോ എന്നാണ് ചോദ്യം. അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ ഈ ഒരു മത്സരം കാണുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. രണ്ട് ടീമുകളുടെയും നിലവാരം അത് തീർച്ചയായിട്ടും ഞാനിപ്പോൾ സമീപകാലത്ത് കണ്ട ഏറ്റവും മികച്ച ഒരു ഗെയിമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. രണ്ട് ടീമിൻ്റെയും ക്വാളിറ്റി, അവരുടെ നിലവാരം, എസ്പെഷ്യലി അവരുടെ ഒരു ഇൻഡിവിജ്വൽ ക്വാളിറ്റി, അവരുടെ പ്ലേയേഴ്സ് ഡെലിവർ ചെയ്യുന്ന ഇൻഡിവിജ്വൽ ക്വാളിറ്റി, അതൊക്കെ വളരെ ഹൈ ലെവലാണ്. ഇങ്ങനെ ഒരു മത്സരം ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഞാൻ ഈ താരങ്ങൾ കളിച്ചിട്ടുള്ള മിനിറ്റ്സ്, അവരെത്രത്തോളം ഫ്രഷാണ് എന്നുള്ളത് നോക്കുമ്പോൾ എനിക്കിത് അത്ഭുതം തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ക്വാളിറ്റി പെർഫോമൻസ് ഡെലിവർ ചെയ്യണമെങ്കിൽ താരങ്ങൾ ഫ്രഷായിരിക്കണം. ഇപ്പോൾ രണ്ട് ലീഗുകൾ, ഇപ്പോൾ പ്രീമിയർ ലീഗും മറ്റ് ലീഗുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടുത്തെ കോമ്പറ്റീഷൻ അത് രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തിടെ പുറത്തു വന്ന ചില സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഇത് വളരെ വ്യക്തമാവും. നമ്മൾ തികച്ചും വ്യത്യസ്തമായ ലോകത്തെ രണ്ടിടങ്ങളിലാണ് മത്സരിക്കുന്നതെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് കൃത്യമായ കോണ്ടെക്സ്റ്റ് കണക്കിലെടുക്കാതെ ഒന്ന് മറ്റൊന്നുമായിട്ട് താരതമ്യം ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് നീതിയുമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ വി ആർ കോമ്പീറ്റിംഗ് ഇൻ 2 ഡിഫറെൻറ്റ് വേൾഡ്സ്. സോ യു കനോട്ട് കമ്പയർ വൺ പാർട്ട് ഓഫ് ദാറ്റ് വിത്തൗട്ട് ഗിവിങ് എനി കോണ്ടെക്സ്റ്റ് ടു ദി അതർ. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഫെയർ എന്നാണ് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലീഗ് 1-ലും ബൂണ്ടസ് ലീഗയിലും ഒക്കെയാണ് PSG ആണെങ്കിലും ബയൺ ആണെങ്കിലും കളിക്കുന്നത്. അവിടുത്തെ കോമ്പറ്റീഷൻ പോലെയല്ല പ്രീമിയർ ലീഗിലെ കോമ്പറ്റീഷൻ. കടുത്ത പോരാട്ടമാണ്. അപ്പോൾ താരങ്ങൾ അത്തരം പോരാട്ടങ്ങളൊക്കെ നടത്തി ക്ഷീണിതരാണ്. അതേസമയം PSG-യുടെയും ബയണിൻ്റെയും താരങ്ങൾ കുറച്ചുകൂടി ഫ്രഷ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പ്രീമിയർ ലീഗിലെ കോമ്പറ്റീഷനോളം വരുമോ മറ്റ് ലീഗുകളിലെ കോമ്പറ്റീഷൻ എന്നാണ് വ്യംഗ്യമായ ചോദ്യം. അതുകൊണ്ട് അത്ര വലിയൊരു കോമ്പറ്റീഷനൊന്നും ലീഗിൽ നടത്താത്ത ടീമുകൾ UEFA ചാമ്പ്യൻസ് ലീഗിൽ അവർ താരങ്ങൾ കുറച്ചുകൂടി ഫ്രഷ് ആയിരിക്കും, ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കും. പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുടെ അവസ്ഥ അതല്ല എന്ന് പറയുന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായം? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.